ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ് സാമ്പാർ. ഒരു നല്ല ടേസ്റ്റിൽ ഒരു സാമ്പാർ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് പരിപ്പ് കഴുകിയെടുക്കാം. ഇവിടെ കുറച്ച് പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ക്യൂബ് സൈസ് മുറിച്ചാണ് വെച്ചേക്കുന്നത്. ഞാനിവിടെ ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 2 മുരിങ്ങക്കോല്, കുറച്ച് മത്തങ്ങ, 3 വെണ്ടയ്ക്ക, ഇത്രയാണ് ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് എടുത്തത്. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുത്താലോ. ഇതിനായി ഒരു സവാള, 3 പച്ചമുളക്, 2-3 വെളുത്തുള്ളി അല്ലി, കുറച്ച് ഇഞ്ചി, ഒരു തക്കാളി എല്ലാം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് 2 വിസിലിൽ പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ പാകാവുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വാളംപുളി കഴുകിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാൻ വാളംപുളി ജസ്റ്റ് കഴുകിയിട്ട് വെള്ളത്തിലിട്ടാണ് പിന്നെ കൈവച്ചിട്ട് ഞെരടി പുളിവെള്ളം നമുക്ക് സാമ്പാറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. കഷ്ണങ്ങളൊക്കെ വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം സാമ്പാറിലേക്കുള്ള. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു മസാല റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം, ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ചെയ്ത്, ഞാൻ ആദ്യം കുറച്ച് മസാല ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി മസാല കുറച്ച് കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബാക്കിയുള്ള മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത്, ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളവും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പുളിവെള്ളവും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഇപ്പോൾ കറക്റ്റായി. ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സാമ്പാർ തിളച്ച് വരുമ്പോൾ നമുക്ക് കായപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. മല്ലിയില ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറില്ല, ഞാൻ ഒരു പിടിയേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ. ഇപ്പോൾ ഏകദേശം സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കാറുണ്ട്, കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് സാമ്പാറിലേക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് ഒരു അരമണിക്കൂറോളം അടച്ചു വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും മസാലയെല്ലാം ആ കഷ്ണങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.